ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രേസി അസംബ്ലിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. എല്ലാവരുടെയും ചാനലും എല്ലാവരും ചെക്ക് ചെയ്യുമെന്ന് കരുതുന്നു. സെർവറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പം ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് അധികം ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ നമുക്ക് എൻ്റെ ഫുള്ള് ഡയമണ്ട് ആർമർ സെറ്റ് ആയിട്ടുണ്ട്. ആർമർ മാത്രമല്ല, നമ്മൾ ടൂൾസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വില്ലേജ് സെറ്റാക്കാൻ പോവാണ്. വില്ലേജ് അല്ല, വില്ലേജറെ കുറച്ചുപേരെ പിടിച്ച് ഒരു റൂം ഉണ്ടാക്കി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്ലെച്ചറും ഫാർമറും ട്രേഡ് ചെയ്ത് കുറച്ച് എമറാൾഡും കാര്യങ്ങളും ഉണ്ടാക്കി ഒരു ഫുഡിന്റെ ഷോപ്പ് ഇടണമെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആദ്യം ആരെ സെറ്റാക്കുന്ന അവർക്ക് ഷോപ്പ് ഇടാന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് എന്തായാലും പെട്ടെന്ന് സെറ്റാക്കാൻ നോക്കണം. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മുടെ ഡെവിള് നമ്മുടെ കൂടെ ടെക് ഗെയിമർ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഹലോ 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 പോയ ഉണ്ട് നമ്മളിപ്പം പണി തുടങ്ങുവാണ്. ഓക്കെ. അല്ല നിന്റെ ഇത്രയും ബെഡ് ഉണ്ടാക്കാനുള്ള മൂടൊക്കെ സെറ്റ് ആണോ? അല്ല ഇനിയല്ല ഷിയർ ഷീപ്പ് ഫാം ഉണ്ടോ? ഇല്ല. നീ ഇത് കുറിച്ച് ഞാൻ സെറ്റ് ആക്കി തരാൻ പറ്റേ. ഞാൻ ഷിയറൊക്കെ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കൊൾസോൺ എന്നതിനാ ടൂൾസ് ഉണ്ടാക്കാൻ ആണോ? ഓക്കെ. ആവശ്യത്തിന് സ്ഥലം വലുതാക്കി വെച്ചിട്ടുണ്ട്. ആണോ? നമുക്ക് ഇനി മരം വെട്ടാൻ പോണം. ഫ്ലെച്ചറിന് ട്രേഡ് ചെയ്യണ്ടേ? ശരിയാണ്. അത് അല്ല, നീ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് പതിയെ ട്രേഡ് ചെയ്യാം. കാരണം കൃഷി ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കേവ് അല്ലേ? ഒരെണ്ണം കിട്ടിയാൽ മതി. ഓക്കെ, 64 ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് കൂട് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇങ്ങോട്ട് വന്നേ, മതി. 8 എണ്ണൊക്കെ മതി. ആദ്യം ഞാൻ മരം മുറിക്കാനൊക്കെ പോകാനുള്ള. എടാ എല്ലാരും പെട്ടെന്ന് ട്രേഡ് പെട്ടെന്ന് ലോക്ക് ആക്കൂടാ. ഒരുമിച്ചോ? ഞാൻ ഓക്കെ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാ. പിന്നെ മരം മുറിക്കുമ്പോ കിട്ടുന്ന സാപ്ലിങ്സ് ഒക്കെ ഇടാൻ മറക്കരുത്. അവിടെ തന്നെ നടാൻ മറക്കരുത്. തിരിച്ചു വരുമ്പോ മരം ഉണ്ടാവും. ശരിയാ. നമ്മള് ഓഫ് ഫോറസ്റ്റിൽ പോവാ. തിന്നാൻ തരുന്നല്ല, ഓടിനച്ഛൻ തീറ്റിട്ട സാധനത്തിനകത്ത്. നിനക്ക് എവിടെ നിന്ന് ഇത്രയും ക്യാറ്റ് കിട്ടിയേ? നിന്റെ ഫാമിൽ നിന്ന് എന്തൊക്കെയാ നടക്കണേ? അലവലാതി ബ്രോ. എന്നാ കൊണ്ടുവന്നില്ല. ബ്രെഡ് ഒന്നുപോലും ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടില്ല. ഒക്കെ ഇവന്റെ വില്ലേജസിന് ഞാൻ കൊടുത്തു. സ്നേഹം. പക്ഷെ ഇതൊന്നും എന്റെ കയ്യിൽ കയറുന്നില്ല. എല്ലാം തിരിച്ചെന്റെ സ്നേഹം ഒന്നോളെ. അമ്മ ബ്രീഡാന്ന്. എന്റെ പൊന്നേടാ, ഞാൻ പറഞ്ഞില്ലേ ബെഡ് ഇങ്ങനെ വെക്കണം തോന്നുന്നു. എങ്ങനെ ഇതുപോലെ മുകളിൽ വെക്കാണ്ടേ? വരട്ടെ പോന്നോട്ടെ. എല്ലാം മാറ്റി വെച്ച് തരാം. അങ്ങനെ നമ്മള് വുഡ് എല്ലാം കളക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 10 സ്റ്റാക്കിന് മേളിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം സ്റ്റിക്ക് ആക്കിയിട്ട് ഇമാർക്ക് കൊടുക്കണം. ഇമാര് എന്തോ ഒരു സീനുണ്ട്. ഇത്രയും ബെഡ് വെച്ചിട്ട് ഇമാര് ബ്രീഡ് ആവുന്നില്ല. അതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഇപ്പം എന്തായാലും ഇപ്പം സ്റ്റിക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നെതർ വരെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഒരു സ്പോണർ കിട്ടിയിട്ടുണ്ടായി. ഇപ്പം ഒരു ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സോൾ സാൻഡിന്റെ ആവശ്യമുണ്ട്. ആണ് നമ്മുടെ ഡബിൾ വന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഇപ്പം നെതറിലൊന്ന് കയറാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇതിലൊന്ന് സ്റ്റിക്കാക്കി വെച്ചിട്ട് പിന്നെ ട്രേഡ് ചെയ്യാൻ നോക്കട്ടെ. അപ്പം നമ്മളങ്ങനെ സ്റ്റിക്കെല്ലാം ഉണ്ടാക്കി ട്രേഡ് ചെയ്ത് ഇമാരിപ്പോൾ ട്രേഡിന്റെ ഇതൊക്കെ കൂട്ടി ട്രേഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇവിടെ 2 സ്റ്റാക്കിനടുത്ത് എമറാൾഡ് ഒപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ബ്രീഡ് ആകുന്നവന്മാരെ നമുക്ക് ഫാമറായിട്ടും കൂടെ ഇത് ചെയ്തിട്ട് ഗോൾഡൻ കാറ്റും കൂടെ സെറ്റ് ആക്കണം. അതാണ് ഇപ്പം നമ്മുടെ പ്ലാൻ. അപ്പം ഏതായാലും നമ്മളിപ്പോൾ നേരെ നെതറിൽ കയറാനുള്ള പ്ലാനിങ്ങിലാണ്.
ഡേവിൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് സംഭവമൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് തിരിച്ചു ഓൾറെഡി പോകുന്നതാണ്. ഏതാണ് കേട്ടില്ല. ഞാൻ ഓൾറെഡി സെറ്റ് ആവുന്നു. ശരി, ഞാൻ എൻ്റെ ഫുഡ് എടുക്കണ്ട, ഗോൾഡും അതും എടുത്തോണ്ട് നേരത്തെ അങ്ങോട്ട് തന്നെ വരും. വരും. നിന്റെ പുറകെ വരുന്നുണ്ട്. നിന്നായിട്ട് ഇണങ്ങി തോന്നുന്നു കേട്ടോ. ഞാനാണ് അവന് ആദ്യം ഫുഡ് കൊടുത്തത്. അതിന്റെ സ്നേഹം അവനുണ്ടാവും. അല്ല, എന്തായാലും നിനക്ക് അതിന് ഒരേ ഷേപ്പ് അതാണ്. ആദ്യമായി കാലെടുത്ത് വെക്കാൻ ഞാന് RSനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചാടി കയറുന്നുണ്ട്. കേറിയിട്ട് വല്ല കുഴപ്പമുണ്ടോ നോക്കി പറ കേട്ടോ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം വരണോ വേണ്ടോ. അയ്യോ Are you safe? എന്റെ പൊന്നെ നിങ്ങള് വരണ്ടേട്ടാ ഇജാതി സ്ഥലം. നീ എവിടെയാ സ്പോണ? ഏതാ ഭയം ഏതാ? നിങ്ങള് വരണ്ട. വെറുതെ വേഗം വാ. ഭയം ഏതാ? പിന്നെ ഇത് പോവാത്തേ ഇവരുമായി മറ്റൊക്കെ ചെയ്തു പോയി കേട്ടോ. ഇതുമാതിരി വല്ലാത്ത ചെയ്തായി പോയി. ആരാ ഈ ലെതർ ബോട്ടിൽ ഉണ്ടാക്കിയേ? അതന്നെ അങ്ങനെ ഉണ്ടാക്കിയ ആളുടെ ഇത് വെച്ചൊന്നും അല്ല. അവന്റെ പിന്നെ പോയി കേറിയടാ. ഇല്ല പോയി ഒന്നും പഠിക്കണ്ട പച്ചവെള്ളം എന്തായാലും വന്ന് ജനിച്ചുള്ളൊരു സ്ഥലം നോക്ക്. നമുക്ക് ഇവിടെ എന്തായാലും കുറച്ച് മോളിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാ നോക്കിട്ട് വരാം. നിനക്ക് പ്രശ്നം എന്നാ എന്റെ നമ്മളെന്തായാലും സേഫ് ആയിട്ടല്ലേ സ്പോൺ ആയത്. നമ്മള് സോൾ സാൻഡ് ഒരു സ്റ്റാക്ക് എടുക്കുന്നു, നമ്മള് വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മളെ വീഡിയോ ഇന്നിപ്പോ വന്നതിന്റെ ലക്ഷ്യം എന്താ വെച്ചെങ്കിൽ കുറച്ച് കോഡ്സ് എന്തായാലും അതും കൂടെ എടുത്താക്കാം. എക്സ്പീം കിട്ടുമല്ലോ. ഓക്കെ, എന്നാ കാസ്റ്റ് എന്തിയെ? പോയോ? ഈ മണ്ടക്കിരിക്കുന്നതാണത്. ആ മണ്ടക്കിരിക്കുന്നതല്ല, ഇവിടുത്തെ ഒരു വാലി തന്നെ ഉണ്ട്. ഇവിടെ താഴെ ഉണ്ടായല്ലേ, അതെടുക്കോ. അവിടെ ബോൺ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്, അതും കൂടെ എടുത്താലോ? അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ശവം കാണാം. അയ്യോ കാസ്റ്റ് ഞാൻ പറഞ്ഞില്ല അവനെ സൂക്ഷിക്കണം, ഗാസ്റ്റിനെ സൂക്ഷിക്കണം. എന്ത് ചെയ്ത് കാണുന്നില്ലല്ലോ കാസ്റ്റ്. അവൻ ആ സൈഡിലാണ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് അടിച്ചിട്ട് പോകുന്നുണ്ട്. കിട്ടേണ്ട സാധനം ഫോഴ്സ് ആൻഡ് ഇതിപ്പോ വലിയ കുഴപ്പമില്ലാത്ത തൽക്കാലം നമുക്ക് ഇത്രയും മതി. കാരണം ഇപ്പൊ ഉള്ള ആർമർ വെച്ചിട്ട് ഇവിടെ നിക്കണേ ഭയങ്കര കഷ്ടപ്പാടാണ്. 45 കിട്ടിയിട്ടുണ്ട്. എടാ നിനക്ക് എത്ര വേണ്ടി വരും? ഒരുപാടൊന്നും വേണ്ടി വരില്ല. അവനടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെയല്ല വാ, ഇതാണ് നമ്മൾ വന്ന വഴി. തിരിച്ചു താഴോട്ടല്ലേ? മറ്റേ പോണ കാര്യം നമ്മൾ വന്ന സാധനം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി തിരിച്ച് നമ്മൾ ഓർവെലിലോട്ട് പോവാണ്. എന്തായാലും നല്ലൊരു ജേർണി ആയിരുന്നു. എല്ലാരും ഒരുമിച്ച് തിരിച്ചു കയറുവാണ്. ഓക്കെ, ഇതിലിപ്പോ ഇവിടെ കയറി ചത്തത് നമ്മുടെ ഒന്നിനെയും നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് പിന്നെ നമ്മൾ എന്തേലും കൊടുക്കണ്ടാ. അതാണ് നമ്മൾ എന്തേലും കൊടുക്കണം. പക്ഷെ അവനൊന്നും മേടിക്കത്തില്ലായിരിക്കും, അവന് കൊടുക്കണ്ടായിരിക്കും. അവന്റെ സൗണ്ട് മ്യൂട്ടാന്ന് ഒന്നും കേൾക്കാൻ പറ്റില്ല. നമുക്ക് അപ്പുറം പോവാം. ശരി, അതുകൊണ്ട് മൈക്ക് അത് പറയാൻ മടിയാണ്ട് മൈക്ക് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. പറ ആർഫ്, നീ എന്ത് പറഞ്ഞാൽ ഞങ്ങള് തരും. നീ പറ, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്റെ ബേസ് വേണോ? എന്റെ ഡയമണ്ട് ആർമർ വേണോ? നീ എടുത്ത ഇതൊക്കെയാണോ നീ എവിടെ എടുത്തേ? നമ്മളിവിടെ വന്നിട്ട് സാധനം എല്ലാം പറക്കെടുത്ത് പോക്കോ. എല്ലാരും പൊക്കോ. ഇത് ഈ സാധനം ഓർഡർ ഞാൻ എടുക്കുവാണേ. ഇവന് വേണ്ട ഇതൊന്നും. ഇത് മൊത്തം എടുത്തിട്ട് പോക്കോ. ഇത് ഇനി സാധനം കിട്ടിയില്ല പറയരുത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇതിപ്പോ ഇത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം ത്രൂ ആയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഡെവിൾ ഉണ്ടായിരുന്നു. പകുതിക്ക് വെച്ച് നമ്മുടെ ആർസ് ഗെയിമിൽ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നെതറൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്തായാലും ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും. നമുക്ക് ഫാമ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് സെർവറാണ്. ഇതിൻ്റെ പബ്ലിക് സെർവർ എന്തായാലും നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കൗണ്ടിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്ത് വരേണ്ടതാണ്. പിന്നെ കൂടെ കളിക്കുന്നവരുടെ എല്ലാവരുടെയും ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഒക്കെ